അല്ല ഇതാര്? കൊച്ചിയിലെ വലിയ റിയൽ എസ്റ്റേറ്റ് മുതലാളിയല്ലയോ? തുടങ്ങി. വിവേക് സാറല്ലേ? നിന്റെ ഓഫീസൊക്കെ അടച്ചുപൂട്ടിയാരെയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഓഹോ, അതും പൂട്ടിയല്ലേ? എന്തോ നാടായത്. നീ മാർക്കറ്റിങ്ങിലൊക്കെ വലിയ പുലിയല്ലേ? ഞങ്ങളൊക്കെ സാധാ ബ്രോക്കർമാർ. നമ്മളൊക്കെ എന്ത് പുച്ഛമായിരുന്നു അവന്. എന്തോ ഷമീറേ, ഇവന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ഊള ബ്രോക്കർ. ആ ഊള ബ്രോക്കർ. ഈ ഊള ബ്രോക്കർമാരൊക്കെ അത്യാവശ്യം സെറ്റപ്പൊക്കെ ആയി. ഇനി സാറുമാരൊക്കെ എന്നാണാവോ ഒന്ന് സെറ്റപ്പായി കാണാൻ പറ്റുന്നത്? എന്ത് സെറ്റപ്പ് ആവാൻ? അന്നേ നമ്മൾ പറഞ്ഞല്ലേ ഇവനോട് നമ്മുടെ കൂടെ അന്നേരം അവന് മോഡ തീർന്നോ? അതേടാ, ഞാൻ ഇപ്പോഴും ആ പഴയ റിയൽ എസ്റ്റേറ്റ് ഗുണാണ്ട തന്നെയാ. സാറന്മാർ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ. പിന്നെ ഞാനിപ്പോ ഒരു ഹോളിഡേ മൂഡിലേക്ക്, അത് കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട്. നിന്റെ ഈ ഒരു ചങ്കൂറ്റമുണ്ടല്ലോ, അതാടാ ഈ ജിയോ പാലിന് നിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്ത് പാല്? ജിയോ പാൽ. എന്തേ? എടാ, ഇപ്പൊ എന്നെ എല്ലാരും അങ്ങനെയാ വിളിക്കുന്നേ. എങ്ങനെയുണ്ട്? ഷമീറേ, നിന്റെ ഗോപാലൻ മുതലാണ് വിളിച്ചിട്ട് പോ. പതുക്കെ. അപ്പൊ അളിയ എല്ലാം പറഞ്ഞ പോലെ പോട്ടുവരാം, കാണാം. അപ്പൊ ജിയോ ഇവനെ വാഴത്തോട്ടത്തിൽ ഓണർ പോകുന്നതിന് മുമ്പ് അവിടെ തന്നെ നീ വായി നോക്കിയത് വണ്ടി കയറിയേ. പെട്ടെന്ന് അളിയ. അവനിട്ട് രണ്ട് കൊടുക്കാൻ പറ്റിയില്ല. വണ്ടി വണ്ടി ഗോപാലൻ. ഇനി ഞാൻ പറയാതെ ഒരിടത്തും വണ്ടി എടുത്തരുത് കേട്ടോടാ. മാങ്ങാത്തോലി, ഒരു പരിപാടി നടക്കുന്നില്ലല്ലോ. വിവേകെ, നീ ആ തെക്കലെ രാഘവേട്ടന് പശുവിനെ കണ്ടിട്ടുണ്ടാ? പശുവോ? പശു എന്ന് പറഞ്ഞപ്പോ നിനക്കെന്താ ഒരു പുച്ഛം? എടാ, പശുവെങ്കിൽ പശു 10 കാശുണ്ടാകണം, അത്രല്ലേ വേണ്ടു. നീ ഈ പശു പന്നിന്നൊക്കെ പറഞ്ഞു നടന്നു. ഞാൻ ഏതായാലും വലിയ ബിൽഡറാവും. ഓ, രണ്ടാള് എന്തേലൊക്കെ ആയി തീർന്നാ മതി. ഞാൻ എന്തായാലും വലിയ ബിൽഡറാവും. ആകോ? എങ്കി ആകെ അല്ല. ഹലോ. ഞാനൊരു പ്രോപ്പർട്ടീസിന്റെ ആഡ് കണ്ടിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ടാണ്. 1 ഏക്കർ സ്ഥലവും വീടും. അതെ അതെ, എറണാകുളത്തല്ലേ? അതെ. വിവേക് സാറല്ലേ? അതെ സാറേ, ഞാൻ പ്രസന്നേ. പ്രസന്നനോ? അല്ല, ബ്രോക്കർ പ്രസന്നം പറ്റക്കുഴിയാണോ? അത് തന്നെ. നിങ്ങളെ കമ്പനിയൊക്കെ പൂട്ടിയല്ലേ? ഞാൻ അറിഞ്ഞു. ഏയ്, കമ്പനി പൂട്ടിയിട്ടൊന്നുമില്ല. കുറച്ച് നാളത്തേക്ക് ഒരു വിശ്രമം. നാളെ നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാൻ പറ്റുമോ? സാറേ, പഴയതുപോലെ ആവോ ഇത്? ഒറ്റക്കുഴിക്ക് തന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ല, ഒരെന്നാലും ഇല്ല. നാളെ തന്നെ നമ്മൾ പോയി സ്ഥലം കാണുന്നു. ഇഷ്ടപ്പെട്ട ഒരാഴ്ചക്കുള്ളിൽ രജിസ്ട്രേഷൻ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, സാറ് രാവിലെ ഒന്ന് വരുമോ? വരാം. നമുക്ക് നാളെ തന്നെ അതൊന്ന് കാണാം. ഓക്കെ. വാ, ഇറങ്ങ് സാറേ. കണ്ടാ, ഇതാണ് കൊട്ടാരം പോലത്തെ ഒരു വീട്. പ്രസന്ന. സാറേ, ഞാൻ മറ്റേ പാർട്ടിയായിട്ട് വന്നതാണ്. അതാണ് കശി. ഓ, വലിയ ബിൽഡറാ, ഗ്രീൻ പ്ലാനറ്റേഴ്സ്. ഹലോ ചാൾസ്. ഹലോ സാർ, വിവേക്. ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ. ആയിക്കോട്ടെ. പ്രസന്ന, എന്തോ പുള്ളി സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ശരി സാറേ, ശരി സാറേ. അപ്പൊ സംഗതി കൊള്ളാല്ലേ? പിന്നെ ഇത് നല്ല സൂപ്പർ സ്ഥലമല്ലേ സാറേ? അല്ല, അപ്പൊ ഇവരിപ്പോ എന്തിനാ കൊടുക്കണേ? കൊടുത്തല്ലേ പറ്റൂ. അത് ഇത്ര കുറഞ്ഞ വിലക്ക്? സാറേ, വില കുറവൊന്നും അല്ല. ഇവിടെയൊക്കെ സെന്റിന് 75,000, 1 ഏക്കറിന് 75 ലക്ഷം. പിന്നെ ആ വീട് എല്ലാം കൂടെ 1 കോടി രൂപ. അതത്ര വലിയ കുറവൊന്നും അല്ല സാറേ. ചവിട്ടി നോക്കിയാ ഇതിന്നും കുറച്ചു കിട്ടും. അപ്പൊ ചവിട്ടി നോക്കാല്ലേ? സാറ് ചവിട്ടി നോക്ക് സാറേ.
ഇരിക്കെ. ആ പ്രസന്ന ഇരിക്കേ. ഓ എങ്ങനെയാ വീടും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? വീട് കയറി കണ്ടില്ലേലും പുറത്ത് നോക്കാം. വീട് ഇഷ്ടപ്പെടും, അത് ഉറപ്പാ സാറേ. പ്രസന്ന എന്തോ ഇനിയിപ്പോ ഏതായാലും ചായ കുടിച്ചിട്ട് വീട് കാണാം. ആ പ്രസന്ന. ചേച്ചി ചായ ഒന്നും വേണ്ടായിരുന്നു. ഓ ദാ ചായ. താങ്ക്സ്. ദാ അച്ചായന് ഷുഗർ ഫ്രീ. എനിക്ക് ഷുഗറൊന്നും ഇല്ല കേട്ടോ, പക്ഷെ ഇവളോട് പറഞ്ഞാൽ മനസ്സിലാകണ്ടേ. ഓ പിന്നെ. നിങ്ങൾ ചായ കുടിക്ക്. ആ ഇദ്ദേഹത്തിന്റെ പേര് ചോദിച്ചില്ല. നല്ല ചായ. ഇപ്പൊ പറഞ്ഞായിരുന്നു, ഞാനങ്ങ് മറന്നു. ഞാൻ വിവേക്. ആ വിവേക്, മറവി അല്പം കൂടുതലാ, അതാ കുഴപ്പം. എന്നാ സാറേ ഞങ്ങൾ ഈ വീടൊന്ന് കാണട്ടെ. ആ പ്രസന്ന വീടൊക്കെ ഒന്ന് കാണിച്ചു വിട്. ആ വാ സാറേ, ചായ കുടിക്കാനും സമ്മതിക്കില്ല. വാ സാറേ, നമുക്ക് അകത്തേറി നോക്കാം. ആ ഷെർലി ഒന്നിഞ്ഞു വന്നേ. വാ, ഒരു കാര്യം പറയാനുണ്ട്. വാ, കൊള്ളാല്ലേ സാറേ? കൊള്ളാം. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ സാറേ പൈസയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതോ ഞാൻ അന്നത്തെ പോലെ നാണം കിടുവോ വിളിച്ചു? പൈസയൊക്കെ ഉണ്ട് പ്രസന്ന, ധൈര്യമായിട്ട് വാ. വാ. ഈ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും അച്ചായ? അവരെടുക്കുകയാണെങ്കിൽ അത് അവർ തന്നെ അങ്ങ് എടുക്കട്ടെ. നമ്മളിത് ചുമന്നുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിലും ഭേദം അവിടെ 10 വേറെ മേടിക്കാം. അത് ശരിയാ. സാറേ കാണിച്ച്. ആഹാ, പുള്ളിക്ക് ഇഷ്ടമായി. അപ്പൊ ബാക്കി കാര്യങ്ങൾ എങ്ങനെ സാറേ? വിവേകേ, വീട് സ്ഥലമൊക്കെ ഇഷ്ടമായോ? സാർ അങ്ങനെ ഉദ്ദേശിക്കുന്നേ? ഇവിടെ ഇപ്പോൾ സ്ഥലത്തിന് ഇതിൽ കൂടുതൽ വിലയൊക്കെ വന്നതാ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 1 കോടി രൂപയ്ക്കാണെങ്കിലും കൊടുത്തേക്കാമെന്ന് ഞാൻ പൊറ്റക്കൊഴിയോട് പറഞ്ഞതാ. ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടം. ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിലാണ് ഇതിനെ കാണുന്നത്. ഓക്കെ, ഒരു 1, 2, 3 പ്രോസസ് ആണെങ്കിൽ സാർ ഇതെങ്ങനെ തരും? ഞാനൊരു ഫൈനൽ വില പറയാം. ഈ കച്ചവടം നടക്കുകയാണെങ്കിൽ ഞാൻ വീടിൻ്റെ ഒരു 25 കുറച്ച് തരാം. 75 ലക്ഷം. 75? പ്രസന്ന, എന്തോ? പിന്നെ കമ്മീഷനൊക്കെ സാറിൻ്റെ ഒന്ന് മേടിച്ചോണം കേട്ടോ. 10 പൈസ ഞാൻ തരത്തില്ല. സാറേ ചതിക്കല്ലേ സാറേ? സാറേ ഒരു മിനിറ്റ്, ഞാൻ എന്റെ പാർട്ട്നേഴ്സായിട്ടൊന്ന് സംസാരിച്ചോട്ടെ. ഓ ആയിക്കോട്ടെ. പറടാ. മണി, നീ എവിടാ? ഞാൻ അവിടെ ജോലി സ്ഥലത്തടാ. നമ്മളൊരു പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്. ആഹാ. 1 ഏക്കർ സ്ഥലവും 1 വീടും. എടാ, ഒരു റിസോർട്ടൊക്കെ ആക്കാൻ പറ്റിയ. നീ എപ്പോ വരും? എടാ വെങ്കടി വരുന്ന കൂട്ടത്തിൽ ഞാനും വരാം. ഓക്കെടാ. ആ വിവേകേ, നമ്മളൊരു പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്. ആ 1 ഏക്കർ സ്ഥലവും 1 സൂപ്പർ വീടും. അപ്പൊ ഫണ്ടൊക്കെയോ? ആ ഓക്കെ ഓക്കെ. നീ എപ്പത്തും? ഞാൻ മണിയും കൂട്ടി വരാം. ഞാൻ വിളിക്കാം. ഓക്കെ. ഓക്കെ സാർ. വിവേകേ, ഇനിയിപ്പം ഞങ്ങൾ 2 ദിവസം തൻ്റെ വീട്ടിൽ താമസിക്കും. അതെന്താ സാർ അങ്ങനെയൊക്കെ പറയണേ? സാറിന് ഇപ്പോൾ ഒരു 10 ദിവസം കൂടി താമസിക്കാം. നമുക്കത് സന്തോഷമല്ലേ ഉള്ളൂ. എനിക്കും സാറേ ഇവിടെ ഒരു 10 ദിവസം കൂടെ തങ്ങണമെന്ന് തന്നെയാണ് സാറേ. ഷോ, ഞാൻ എന്റെ പാർട്ട്നേഴ്സിനെ വിളിച്ചില്ല. ഒന്ന് വിളിക്കട്ടെ. ഓ വിളിച്ചോളൂ. ആ മണി, ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. വെങ്കടയെ കൂടി ഒന്ന് വിളിച്ച് പറയണേ. ഓക്കെടാ. ഈ ഫ്രണ്ട്സും പാർട്ട്നേഴ്സും ഒക്കെ ഒരേ ആൾക്കാരാകുന്നത് ഒരു ഭാഗ്യമാണ് അല്ലേ പൊറ്റക്കുഴി? ഓ പിന്നെ, എനിക്കും ഈ പാർട്ട്നേഴ്സിനെ നന്നായിട്ട് അറിയാം. ആണോ? നല്ല ആൾക്കാരാ. ഒരുപാട് തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം മറ്റന്നാൾ ഓക്കെ. ശരി സാറേ. പ്രസന്ന, കമ്മീഷനൊക്കെ സാറിൻ്റെ ഒന്ന് മേടിച്ചോണം കേട്ടോ. ഓ ഓക്കെ. ഓക്കെ സാറേ, ബൈ. ഓക്കെ. പറഞ്ഞ കേട്ടാ, കമ്മീഷൻ. ഇതാണ് സാറേ ഞാൻ പറഞ്ഞ ബിൽഡിംഗ്. ആ ഇയാളാ. ആ ചേട്ടാ. ഹലോ, ബിജു അല്ലേ? എന്തൊക്കെയുണ്ടെന്നാ വിശേഷം? നമ്മളൊരു പുതിയ പ്രൊജക്ട് എടുത്തിട്ടുണ്ട്. അടുത്ത പണി. 1 ഏക്കർ സ്ഥലവും അതൊരു വലിയ വീടും. ഓ, അതിനൊന്ന് റെഡിയാക്കി ഒരു റിസോർട്ട് ആക്കണം. അതിന് നിന്റെ ഒരു സഹായം വേണം. പൈസയുടെ കേസ് വല്ലതാണോ? അതൊന്നും അല്ലടാ. പിന്നെ നമുക്ക് നാളെ തന്നെ സ്ഥലം ഒന്ന് പോയി കണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തന്നാ മതി. അത് ഞാൻ നാളെ തന്നെ ശരിയാക്കി തന്നേക്കാം. എന്നാ ശരിടാ. ഓക്കെ. നാളെ അല്ലേ? ശരിയാക്കി തരാട്ടാ. നമ്മുടെ സ്വന്തം പയ്യനാ.
പ്രസന്ന എന്താ സാറേ? ആ താക്കോൽ എടുക്ക്. ഇതാ അടുത്ത്. ഇതാ സാറേ. ഇതെങ്ങനെയാ തരണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നന്നായി വരട്ടെ. സാറിന് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഓ ആയിക്കോട്ടെ. പ്രസന്ന ആ പ്രാക്കൊക്കെ പിൻവലിച്ചേക്ക് കേട്ടോ. ഓ അത് എപ്പോഴേ പറഞ്ഞു സാറേ. വിവേക് അപ്പോൾ ശരി. ഓക്കെ സാർ. എന്റെ പൊന്നു മോനെ സൂക്ഷിച്ചൊക്കെ പോണേടാ. അവനെനിക്ക് അത്ര വിശ്വാസം പോരാ. അയ്യോ, പ്രസന്ന ഇപ്പൊ ആ വണ്ടിക്കങ്ങ പോവായിരുന്നല്ലോ. ഇനിയിപ്പോ ഞാൻ കൊണ്ടുവിടണ്ടേ? ഏയ് ഞാനിന്ന് പോണില്ല സാറേ. സാറിന് നോക്കാനും പിടിക്കാനൊക്കെ ഒരാളിനെ വേണ്ടേ? അത് ഞാനങ്ങായിക്കൊള്ളാം. ഏയ് അത് വേണ്ട പ്രസന്ന. സാറിനൊരു ശല്യമാകാതെ ഞാനിവിടെ അങ്ങ് നിന്നോളാം. പിന്നെ സാറിന് രാവിലെ ബെഡ് കോഫി ഉണ്ടാക്കി തരും. ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കും. ഡ്രസ്സ് വാഷ് ചെയ്ത് തരും. പിന്നെ സാറിന് വിരോധമില്ലെങ്കിൽ എപ്പോഴും ഒന്നും വേണ്ട, മാസം ഒരു 15,000 രൂപ തന്നാ മതി. അത് മതിയേ. എടാ ഇതാവോ? നമുക്ക് വഴി തെറ്റിന്നാ തോന്നുന്നു. എടാ ഇതന്നെ ആവും. ഏയ് എന്തായാലും ഇതാവാൻ വഴിയില്ല. നിങ്ങ പറഞ്ഞ അഡ്രസ്സാണ്. അങ്ങനെയാണെങ്കിൽ അവന് വല്ല ലോട്ടറി അടിച്ചിട്ടുണ്ടാവാം. ലോട്ടറി എടുത്താലല്ല അടിക്കൂ. ദേ ഇരിക്കുന്നു. ആ നമ്മുടെ പറഞ്ഞ സാർ. അളിയാ ശരി, ഓക്കേ. എത്ര കാലോണ്ട് ഞാനുണ്ട്. എന്താണത്? ആദ്യത്തെ മര്യാദയില്ലേ? ഞാൻ ജയിച്ച ആദ്യ മര്യാദയാണെന്ന്. സോറി, ഇനി ആർത്തിക്കൂല, ആവർത്തിക്കൂല. ആരടത്? ഒറ്റക്കുഴി, പ്രസന്നം ഒറ്റക്കുഴി, മനസ്സിലായില്ലേ? പറഞ്ഞോട് സാറേ അങ്ങോട്ട്. ഓഹോ സാറേ, ഒറ്റക്കുഴി പറ്റിപ്പോയി. ഉജ്ജലമായി സാറേ, ഉജ്ജലമായി. പോട്ടെ, സാരമില്ല, ഞാൻ ശ്രമിച്ചിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞ ഡയലോഗില്ലേ? അതും ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നു. By the way, ഇന്ന് മുതൽ ഇയാൾ നമ്മുടെ അടിമയാണ്. താങ്ക് യു. പിന്നെ സാറേ, എന്നെ പൊറ്റക്കുഴിന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. പൊറ്റക്കുഴി ഈ ബാഗ് അടാ, വാ. എന്നാ ഇതുകൂടി അകത്ത് വെച്ചോ പൊറ്റക്കുഴി. സാറേ, ഞാനേ കുപ്പിന്ന് വന്ന ഭൂതമൊന്നുമല്ല. അയ്യോ. ആ പ്രസന്ന, ഇത് കഴിഞ്ഞിട്ട് ബിവറേജ് പോകാനുള്ള. സാറേ ഒരു 100 വട്ടം ഞാൻ പോകും സാറേ.